നമസ്കാരം. നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. 7 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടന്ന 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണവും നിശബ്ദ പ്രചരണവും അവസാനിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്കാണ് എല്ലാ കണ്ണുകളും കാതുകളും തിരിഞ്ഞത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. 2 മാസക്കാലം നീണ്ടുനിന്ന കൊടുമ്പിരി കൊണ്ട പ്രചരണങ്ങൾക്കു ശേഷം അർത്ഥപൂർണമായ ഒരു നിശബ്ദതയിലേക്ക് ആധുനിക കാലത്തിന്റെ നരേന്ദ്രൻ നീങ്ങുകയായിരുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതും. തന്റെ പാർട്ടിയുടെയും മുന്നണിയുടെയും തിരഞ്ഞെടുപ്പ് വിജയം സുനിശ്ചിതമാക്കിയ ശേഷം കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനെത്തിയത് പലരും പലയിടങ്ങളിലും പല കോണുകളിൽ നിന്നും പല വ്യാഖ്യാനങ്ങളും ഉണ്ടാക്കി. മോദി എന്തു ചെയ്താലും വിമർശിക്കുന്നവരും BJP നേതൃത്വം നൽകുന്ന NDA സർക്കാരിന്റെ നന്മകളൊന്നും കാണാൻ കൂട്ടാക്കാത്തവരും വിവേകാനന്ദ പാറയിലെ മോദിയുടെ സാന്നിധ്യത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും ശ്രമിച്ചു. മോദി തന്റെ പരിപാടിക്ക് വേണ്ടി നിശബ്ദ പ്രചരണം നടത്തുകയാണ് എന്നും പരാജയ ഭീതി കൊണ്ടാണ് വിവേകാനന്ദ പാറയിൽ എത്തിയതെന്നുമൊക്കെ നിരുത്തരവാദപരമായ പ്രതികരണങ്ങൾ വരെ ഉണ്ടായി. തിരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് മോദി ഇങ്ങനെ ചെയ്തത് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് കാണിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയവർ പോലും ഇവിടെയുണ്ട്. അർഹിക്കുന്ന അവജ്ഞതയോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് തള്ളിക്കളയുകയും ചെയ്തു. മോദിയുടെ വിവേകാനന്ദ പാറ സന്ദർശനത്തിനെയും ധ്യാനത്തെയും വിമർശിക്കുന്നവർക്കും ഇവിടെ വരാനും ധ്യാനം ഇരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇവർക്ക് അങ്ങനെ തോന്നാത്തത് BJPയുടെയും മോദിയുടെയും കുറ്റമായി കണക്കാക്കാൻ സാധിക്കത്തില്ല. ഭാരതീയ സംസ്കാരത്തോടും അതിന്റെ ശ്രേഷ്ഠ സന്താനമായ വിവേകാനന്ദനോടും മോദിക്കുള്ള ആദരവ് വിമർശകർക്ക് ഇല്ലാതെ പോയത് ആരുടെ കുറ്റമാണ്? ആദ്യമായി അല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ചെയ്യുന്നത്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഛത്രപതി ശിവാജിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ മോദി മഹാരാഷ്ട്രയിലെ പ്രതാപ്ഗഡ് സന്ദർശിച്ചിരുന്നു. ബീജാപൂർ സുൽത്താനായിരുന്ന ആദിൽ ഷായുടെ സൈനിക മേധാവി അഫ്സൽ ഖാനെ ശിവാജി വധിച്ചത് ഇവിടെ വെച്ചായിരുന്നു. 2019 തിരഞ്ഞെടുപ്പിന്റെ അവസാനം പുണ്യഭൂമിയായ കേദാർനാഥിലെത്തി മോദി ധ്യാന നിരതനാവുകയുണ്ടായി. ഇക്കുറി അത് വിവേകാനന്ദ പാറയിലായിരുന്നു എന്ന് മാത്രം. 1892 കന്യാകുമാരിയിലെത്തിയ സ്വാമി വിവേകാനന്ദൻ കടലിലെ ശ്രീപാദ പാറയിലേക്ക് നീന്തി എത്തിയാണ് 3 ദിവസം ധ്യാന നിമഗ്നനായിരുന്നത്. തന്റെ ഭാവി ദൗത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞതും അവിടെ വെച്ചാണ്. സ്വാമികളുടെ വിശുദ്ധവും ദീപ്തവുമായ സ്മരണം നിലനിൽക്കുന്ന ഇവിടെ പിൽക്കാലത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും മറ്റ് ശ്രമഫലമായി ഇന്ന് കാണുന്ന ഉജ്ജ്വല സ്മാരകം നിർമ്മിക്കുകയായിരുന്നു. വലിയ എതിർപ്പുകളും പ്രതിസന്ധികളും മറികടന്നാണ് ഈ ദൗത്യം വിജയത്തിലേക്ക് എത്തിച്ചത്. ഈ സ്മാരക നിർമ്മാണത്തിന് EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ ഇടതു സർക്കാർ ഒരു പൈസ പോലും നൽകിയിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഭാരതീയ സംസ്കാരത്തോടും ആധുനിക കാലത്തെ അതിന്റെ പ്രവാചകനായിരുന്ന വിവേകാനന്ദനോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള എതിർപ്പായിരുന്നു ഇതിന് കാരണം. ഇക്കൂട്ടർക്ക് ഒരു മാനസാന്തരവും വന്നിട്ടില്ല എന്നതിന് തെളിവാണ് നരേന്ദ്രമോദിയുടെ വിവേകാനന്ദ പാറ സന്ദർശനത്തോടുള്ള ഇക്കൂട്ടരുടെ എതിർപ്പ്. ചരിത്രത്തിന്റെ ചവിറ്റുകുട്ടയിലേക്ക് എടുത്തെറിയപ്പെട്ടിട്ടും ഈ എതിർപ്പിന് പതിറ്റാണ്ടുകൾക്ക് ശേഷവും മാറ്റം വരാത്തത് ഒരുതരം ജനിതക വൈകല്യമായേ നമുക്ക് കാണാനാകൂ. നരേന്ദ്രമോദി ആദ്യമായല്ല വിവേകാനന്ദ പാറയിൽ എത്തുന്നത്. RSS പ്രചാരകനായിരുന്നപ്പോഴും BJP നേതാവ് ഡോക്ടർ മുരളി മോഹൻ ജോഷി നയിച്ച കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഏകാന്ത യാത്രയ്ക്ക് തുടക്കമിട്ടപ്പോഴും മോദി വിവേകാനന്ദ പാറയിൽ എത്തിയിരുന്നു. ഏകാന്ത യാത്രയുടെ കാലത്ത് BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു മോദി. വ്യക്തി ജീവിതത്തിൽ ഒരു പരിവ്രാജകനെ പോലെ അക്കാലത്ത് രാമകൃഷ്ണ മിഷനിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് അതിന്റെ ആസ്ഥാനമായ വേലൂർ മഠത്തിലെത്തിയ ആളുമാണ് മോദി. നിർവഹിക്കാൻ വേറൊരു ദൗത്യമുണ്ട് എന്ന് പറഞ്ഞ് പിന്നീട് പിന്തിരികുകയായിരുന്നു ചെയ്തത്. സ്വാമി വിവേകാനന്ദനോടുള്ള മോദിയുടെ ആദരവ് ജീവിതത്തിന്റെ ഭാഗമാണെന്നർത്ഥം.